അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും അല്ലാഹു പരിപൂർണമായി സ്വീകരിച്ച് അവൻ്റെ ഉത്തമ മുത്തഖീങ്ങളിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലും നമ്മുടെ കുടുംബാദികളിലുമുള്ള എല്ലാ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രോഗങ്ങൾ കഴിയുന്ന മുഴുവൻ പേർക്കും അല്ലാഹു തആല സലാമത്തും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇസ്ലാം ദാമ്പത്യ ജീവിതത്തിനും ദാമ്പത്യ ജീവിതത്തിന്റെ തുടക്കങ്ങളിലും അതിൻ്റെ കൂടിയാലോചനകളിലും വരെയും വളരെ കൃത്യമായ പാഠം വിശുദ്ധ ഇസ്ലാം നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ നമ്മോട് പഠിപ്പിച്ചത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫളുഫർ ബിദാത്തിദ്ദീൻ. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, 4 കാര്യങ്ങളെ, പൊതുവെ 4 കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം ചെയ്യപ്പെടാറുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, 1 തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ, ഒന്നുകിൽ അവരുടെ സമ്പത്ത് മോഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കും. 2 വലി ജമാലിഹ, അവരുടെ സൗന്ദര്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് കല്യാണം കഴിക്കും. 3 വലി ഹസബിഹ, അവൾ വലിയ കുടുംബ തറവാടിത്വമുള്ള പെൺകുട്ടിയാണ് എന്ന നിലയ്ക്ക് കല്യാണം കഴിക്കും. 4 റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വലി ദീനിഹ, അവളിൽ നല്ല ദീനുണ്ട്, ആ ദീനിനെ പരിഗണിച്ചുകൊണ്ട് കല്യാണം കഴിക്കും. ഫളുഫർ ബിദാത്തിദ്ദീൻ, എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അതിനോട് ചേർത്ത് പറഞ്ഞു, നിങ്ങൾ ദീനുള്ള പെണ്ണിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. 4 കാര്യങ്ങൾക്ക് കല്യാണം കഴിക്കാം. കല്യാണത്തിന് വിരോധമൊന്നുമില്ല. സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാം, സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കാം, സൗന്ദര്യത്തിനൊക്കെ ഇസ്ലാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഏറ്റവും പ്രാഥമികമായ നിലയിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദീനുള്ള പെണ്ണിനെ എന്ത് ചെയ്യുക, കല്യാണം കഴിക്കുക. ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്, ശാന്തി ഉണ്ടാകുന്നത്, നമ്മുടെ സാമ്പത്തിക മേഖലകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. മറ്റതാണെങ്കിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റേത് കാര്യങ്ങളെക്കാളും മുന്തിച്ചു പറഞ്ഞത് ദീനിനാണ്. അതുകൊണ്ട് തന്നെ ദീനിന് പ്രാധാന്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ദുഃഖങ്ങളോ കടന്നു വരുമ്പോൾ നമ്മെ സാന്ത്വനപ്പെടുത്താനും സമാധാനിപ്പിക്കാനും ദീനുള്ള പെണ്ണിന് മാത്രമേ കഴിയുള്ളൂ. നമ്മെ നമസ്കാരത്തിലേക്ക് കൃത്യമായി വിളിച്ചുണർത്താൻ ദീനുള്ള പെണ്ണിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഉറങ്ങുന്നവളായി തീരും ആ പെണ്ണ്. സുബഹി നമസ്കാരം ഉണ്ടാവൂല, ഒരു വഖ്ത് നമസ്കാരം ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പലരുമൊക്കെ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒന്നുകിൽ സമ്പത്തുണ്ടോ എന്ന മാനദണ്ഡം നോക്കാറുണ്ട്, അതുപോലെ കുടുംബ മഹിമയുണ്ടോ എന്ന സ്ഥാനം നോക്കാറുണ്ട്, അതുപോലെ സാമ്പത്തിക ശേഷിയുണ്ടോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കലല്ല വേണ്ടത്. എന്താണ് ആദ്യമായിട്ട് നോക്കേണ്ടത്? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, അല്ലെങ്കിൽ എൻ്റെ മകന് വേണ്ടി ആലോചിക്കപ്പെടുന്ന, എൻ്റെ കുടുംബത്തിന് വേണ്ടി ആലോചിക്കുന്ന പെൺകുട്ടി ഇബാദത്തുള്ളവളാണോ, ദീനിയായ പെൺകുട്ടിയാണോ എന്നാണ് പ്രാഥമികമായിട്ട് നാം ആദ്യം പരിശോധിക്കേണ്ടത്. ഇതൊക്കെ ആർക്കാ ഉസ്താദേ, ഇതൊക്കെ പറഞ്ഞാൽ നടക്കോ എന്നാണ് പലരും ചോദിക്കാൻ പോകുന്നത്. ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസവ്വജു നിസാഅ ലിഹുസ്നിഹിന്ന, നിങ്ങൾ സൗന്ദര്യം മാത്രം മോഹിച്ചുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കരുതേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഅസാ ഹുസ്നുഹുന്ന അയുർദിഹിന്ന, അവളുടെ സൗന്ദര്യം നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളെ തരം താഴ്ത്തിയേക്കാം. അവൾ അഹങ്കാരിയായി മാറും. അതുകൊണ്ട് സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യത്തിന് ഇസ്ലാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. സൗന്ദര്യമുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാം. പക്ഷേ ആ സൗന്ദര്യത്തെ മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ സൗന്ദര്യത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, അവൾക്ക് എന്തില്ല, ദീനില്ല, മറ്റൊരു സംസ്കാരവുമില്ല, ഇസ്ലാമിന്റെ സംസ്കാരങ്ങളൊന്നും അവൾക്കില്ല. പക്ഷെ സൗന്ദര്യം മാത്രം എടുത്തുകൊണ്ട് നാം അവളെ കല്യാണം കഴിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവൾ നിന്നെ തരം താഴ്ത്തിയേക്കാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൗന്ദര്യം, പെൺകുട്ടിക്ക് സൗന്ദര്യം വേണം, മാനദണ്ഡം നോക്കണം. മഹാന്മാര് കിതാബുകളിലൂടെ പഠിപ്പിക്കുന്നു 4 കാര്യങ്ങൾ. 4 കാര്യങ്ങളിൽ സ്ത്രീകളെക്കാൾ പുരുഷൻ മുന്നിലായിരിക്കണം, 4 കാര്യങ്ങളിൽ സ്ത്രീ പുരുഷനേക്കാൾ മുന്നിലായിരിക്കണം. മഹാന്മാര് കിതാബുകളിലൂടെ പറയുന്നു, ഒന്നാമത് സ്ത്രീ പുരുഷനേക്കാൾ താഴെയായിരിക്കണം, അഥവാ പുരുഷൻ സ്ത്രീയേക്കാൾ മുകളിലായിരിക്കേണ്ട 4 കാര്യങ്ങൾ മഹാന്മാർ പറയുന്നു. 1 വയസ്സ്. വയസ്സിന്റെ വിഷയത്തിൽ കല്യാണം കഴിക്കുന്ന പെണ്ണിനേക്കാളും എത്ര പ്രായം ഉണ്ടായിരിക്കണം? കല്യാണം കഴിക്കുന്ന പെണ്ണിനേക്കാളും
കെട്ടാൻ പോകുന്ന ചെറുക്കന് പ്രായം അല്പം ഉണ്ടായിരിക്കണം. രണ്ടാമത് പൊക്കത്തിന്റെ വിഷയത്തിൽ ഞാനും വീട്ടിൽ പോകുന്ന പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട. ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് എന്നെക്കാലം പൊക്കം കൂടിപ്പോയി എന്ന വിഷയത്തിൽ എന്ത് ചെയ്യണ്ട, ഇന്ന് പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞത് മഹാന്മാർ കിതാബുകളിലൂടെ പഠിപ്പിച്ച കാര്യം പറയുകയാണ്. എന്തായാലും നമുക്ക് അള്ളാഹു വിധിച്ചത് അള്ളാഹു തആല നമുക്ക് നൽകിയത് അത് സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ച് ജീവിക്കുക, അതാണ് നമുക്ക് ഇനി വേണ്ടത്. അപ്പൊ നാം പറഞ്ഞു വരുന്നത്, രണ്ടാമത്തെ വിഷയത്തിൽ സ്ത്രീകളെക്കാൾ പുരുഷൻ മുന്നിലായിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം പൊക്കത്തിന്റെ വിഷയത്തിലായിരിക്കണം. 1 വയസ്സ്, 2 പൊക്കം, 3 സാമ്പത്തിക ശേഷി. ഇന്നെങ്ങനെയാണ് നോക്കുന്നത്? ചെറുക്കന് സമ്പത്തൊന്നും ഉണ്ടാവൂല, പിന്നെ എന്ത് ചെയ്യണം അല്ലെ? പെണ്ണിന്റെ വീട്ടിലെ സമ്പത്ത് കൊണ്ടാണ് പൊതുവെ എന്ത് ചെയ്യുക, അടിച്ചു പൊളിച്ചുള്ള ജീവിതം. പക്ഷേ മഹാന്മാര് പറയുന്നത്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെക്കാളും സമ്പത്തുള്ളവനായിരിക്കണം ആര്? പുരുഷൻ. നാലാമത്തെ കാര്യം തറവാടിത്ത മഹിമ, കുടുംബ മഹിമ. പെൺകുട്ടിയുടെ കുടുംബത്തെക്കാൾ നല്ല തറവാടിത്ത മഹിമയുള്ള കുടുംബമായിരിക്കണം ആരുടെ? പുരുഷന്റെ കുടുംബം. ഈ 4 കാര്യങ്ങളും സ്ത്രീകളെക്കാൾ പുരുഷൻ മുന്നിൽ നിൽക്കേണ്ട കാര്യമാണ്. ഇനി പുരുഷനേക്കാൾ 4 കാര്യങ്ങളിൽ സ്ത്രീ മുന്നിലേക്ക് നിൽക്കണമെന്ന് മഹാന്മാർ പറയുന്നു. അതിൽ ഒന്നാമത്തത് മഹാന്മാർ പറയുന്നു സൗന്ദര്യം. സൗന്ദര്യത്തിന്റെ വിഷയത്തിൽ കെട്ടാൻ പോണ ചെറുക്കനേക്കാളും സൗന്ദര്യം ആർക്കുണ്ടാകണം? പെൺകുട്ടിക്ക് ഉണ്ടാകണം. രണ്ടാമത് പഠിപ്പിക്കുന്നു അദബിന്റെ വിഷയം. അദബ് എന്ന് പറഞ്ഞാൽ മര്യാദ, സംസ്കാരം. പുരുഷനേക്കാളും നല്ല പക്വതയും പാകതയും ഒക്കെയുള്ള സംസ്കാരത്തിന്റെ വാഹകരായിരിക്കണം ആര്? കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. മൂന്നാമത്തെ വിഷയത്തിൽ സ്വഭാവം. പുരുഷനേക്കാളും മെച്ചമുള്ള സ്വഭാവമായിരിക്കണം. ആ സ്വഭാവം, അവളുടെ സ്വഭാവം നന്നായാൽ അവളുടെ ദാമ്പത്യവും കുടുംബ ജീവിതവും ഒക്കെ നന്നായി. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വഭാവം മെച്ചപ്പെട്ടിരിക്കണം. പുരുഷനേക്കാളും സ്വഭാവം, നല്ല സ്വഭാവമുള്ളവളായിരിക്കണം പെൺകുട്ടി. നാലാമത്തെ വിഷയം സൂക്ഷ്മതയുടെ കാര്യം. തന്റെ ഭർത്താവിനെ നോക്കുന്ന കാര്യത്തിലും ഭർത്താവിന്റെ സമ്പത്ത് നോക്കുന്ന കാര്യത്തിലും അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നു ജീവിക്കുന്ന കാര്യത്തിലും തഖ്വയുടെ വിഷയത്തിലും ഒക്കെ പുരുഷനേക്കാൾ സൂക്ഷ്മത കൂടുതൽ ആർക്കുണ്ടായിരിക്കണം? സ്ത്രീക്കുണ്ടായിരിക്കണം. ഇത് വിശുദ്ധമായ ഗ്രന്ഥങ്ങളിലൂടെ മഹാന്മാർ എഴുതി പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അപ്പൊ ഇസ്ലാം പറയുന്നത് എന്താ? സൗന്ദര്യത്തെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല, പക്ഷേ നിങ്ങളെല്ലാം വെച്ചോ. വിദ്യാഭ്യാസം നോക്കാം, കുടുംബ മഹിമ നോക്കാം, സൗന്ദര്യം അതൊക്കെ എല്ലാം നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ പ്രാധാന്യമായിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തറവാടിത്വമായി ദീനിന്റെ പ്രാഥമികമായ സ്ഥാനമാണ്. ഈ ദീനിന്റെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് മാത്രം നോക്കിയാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അള്ളാഹു തആല നിങ്ങൾക്ക് നൽകും. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറുണ്ട്. പലരൊക്കെ ചിന്തിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കഴിഞ്ഞു പോയില്ലേ, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ആശയപ്പെടുന്നവരുണ്ട്. അള്ളാഹു തആല നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് അള്ളാഹു തആല നമുക്ക് നൽകി. ആഖിറത്തിൽ ഇതൊന്നും അല്ല, വയസ്സായതും പല്ല് പോയതും ഒന്നുമല്ല ആഖിറത്തിൽ കിട്ടുന്നത്. എല്ലാവർക്കും ആഖിറത്തിൽ നല്ല ചെറുപ്പക്കാരുമായ അവസ്ഥയിലായിരിക്കും അള്ളാഹു തആല നാളെ ആഖിറത്തിൽ നമ്മെ എത്തിക്കുന്നത്. അള്ളാഹു ആ അവസ്ഥയിൽ പരിപൂർണമായി സ്വർഗത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കാം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കേട്ടിട്ട് നേരെ വീട്ടിൽ പോയിട്ട് സ്കെയിൽ വെച്ചും ഇത് വെച്ച് അളക്കാനൊന്നും ആരും പോകണ്ട. സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യുക, അള്ളാഹു തആല നൽകിയതിൽ സന്തോഷത്തോടു കൂടി ജീവിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.